ഹായ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലം ഫിഷ് ഗ്രില്ലിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ വീട്ടിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ അടിപൊളി ഫിഷ് ഗ്രില്ല് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഗ്രില്ല് ചെയ്യുന്നത് ആവോലിയാണ്. ആവോലി അങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടില്ല ഇതുവരെ. ഹമൂർ, സിബ്രീമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് ആവോലി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആവോലി പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു മീനാണല്ലോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് നല്ല ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിൽ 2-3 ടീസ്പൂണോളം വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഫിഷ് അതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒരു 10 മിനിറ്റോളം വെക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ഫിഷ് ആയിക്കോട്ടെ എല്ലാം നല്ലൊരു ഫ്രഷായിട്ടും നല്ലൊരു ടേസ്റ്റും ആയിട്ടാണ് കിട്ടുക. ഇത് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം. നല്ല ഫ്രഷായി തോന്നും. ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വ്യൂസും നല്ല ഫീഡ്ബാക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മീനൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ല ഫ്രഷായി തോന്നിക്കുന്നില്ലേ. ഇനി ഫിഷിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. ഫോർക്ക് കൊണ്ട് അങ്ങനെ ഇതിൻ്റെ തൊലിഭാഗം നല്ല കട്ടിയായതുകൊണ്ട് ഫോർക്ക് കൊണ്ട് അങ്ങനെ ആവുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ കത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്തിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഏതെങ്കിലും അറബിക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു അറബിക് ടേസ്റ്റ് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഒലിവ് ഓയിലെല്ലാം എന്തായാലും മസ്റ്റായിട്ട് ചേർക്കാൻ നോക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലെമണിൻ്റെ ജ്യൂസാണ്. ഇതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളെ ഫിഷിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആവോലിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ പുറം ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഉൾഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ അവനിലാണ് ചെയ്യുന്നത്. ഇത് സ്റ്റവ് ടോപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഫിഷ് മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് തവയിൽ വെച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയിലും ഈ ഗ്രില്ല് തവയൊക്കെ ഇല്ലേ, അതിലൊക്കെ ചെയ്തെടുത്താൽ സൂപ്പറായിട്ട് കിട്ടും. പിന്നെ അവരിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടും. അത് വേണമെങ്കിലും നമുക്ക് മന്തിയൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചാർക്കോൾ വെച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അവനില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കണ്ട. ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാ ഫിഷും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗവും ഉൾഭാഗമൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂറൊന്ന് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ
അവൻ്റെ ഈ ഒരു ട്രേ എടുത്തിട്ട് ഒരു ഫോയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രേ നന്നായിട്ടൊന്ന് ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ എടുത്തിട്ട് വെക്കാം. ഞാൻ ഇതിൽ 4 മീനും ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. നോക്കുമ്പോൾ ആവുന്നില്ല. 2 വെക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഇത് 3 വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നിൻ്റെ മേലേൽ ഒന്നായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറൊരു ട്രേയും കൂടി എടുത്തിട്ട് അതിൽ 2 കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു ട്രേയും കൂടി എടുത്ത് അതിൽ ഫോയിൽ വെച്ചിട്ട് അതിലും കൂടി 2 ഫിഷും കൂടി വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതിനു വേണ്ടി അവന് 10 മിനിറ്റ് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫിഷ് അവനിലേക്കൊന്ന് വെക്കാം. 2 ട്രേയും കൂടി ഒരേ സമയം തന്നെയാണ് വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. 2 തട്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രില്ല് ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. 200 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 കോയിലും ഹീറ്റാവുന്ന ഓപ്ഷൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് ചെയ്ത് കൊടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങളത് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫിഷ് ഒന്ന് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഫിഷ് ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതലുണ്ടെന്നേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇഷ്ടമാവും. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴോ ഒരു പാർട്ടി ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിൽ ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ വീഡിയോയുമായോ ഒക്കെ വരുന്നവരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.